ഹലോ, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു വീഡിയോ. നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്ന കോങ്കറാണ്. ഒരു ഒരു പ്രൈവറ്റ് ബസ് ചുരം കയറുന്ന ട്രിപ്പാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. ഇപ്പോൾ ചുരം കയറി ഇറങ്ങി കോഴിക്കോട് സുൽത്താൻ ബത്തേരി വണ്ടിയാണ്. കുറച്ചൊരു ചുരം ഹിൽ ഏരിയാസിലാണ് നമ്മൾ പോകുന്നത്. അതുകൊണ്ട് നമ്മുടെ ബസ് നമ്മളെ യാത്രക്കാരെയൊക്കെ എടുക്കണം. ഓക്കെ, പോട്ടെ, നിർത്തി. അപ്പോൾ നമ്മുടെ യാത്രക്കാരൊക്കെ എടുത്ത് നമ്മൾ കുറേ പേരുണ്ട് ബസ്. കുറേ പേര് ഒക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് പോവാം. നമുക്ക് ഈ വണ്ടി കൊണ്ട് പറപ്പിക്കേണ്ടതാണ്. അശോക് ലേലൻഡിൻ്റെ പവർ എൻജിനാണ് ഇത്. ഞാൻ മരുന്നോട് നിർത്തിയിട്ടിരിക്കുന്നത് പിടിച്ചേനെ, പക്ഷെ എൻ്റെ സ്കില്ല് കാരണം അതൊന്നും നടക്കില്ല. നമ്മുടെ വണ്ടി തിങ്ങി നിറഞ്ഞിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും കുറേ ആൾക്കാരുണ്ട്. അപ്പം അവരോടൊക്കെ നല്ല ഹോണൊക്കെ ഉണ്ട് വണ്ടിക്ക്. ഇവിടെ എന്തായാലും എല്ലാവരും ഇങ്ങനെയാ. എടോ വട്ടാണോ ഇവനൊക്കെ, ഒന്നും പറയണ്ട, വിളിച്ച് കയറ്റി തന്നു. ഞാൻ മാത്രം മര്യാദയ്ക്ക് കുടിച്ചാൽ പോരാ, മറ്റെല്ലാവരും മര്യാദയ്ക്ക് കുടിക്കും. ഓക്കെ, ഹൈവേ. ഇതിപ്പോൾ ഹൈവേ ആയിരിക്കും, കുറച്ച് കഴിഞ്ഞാലായിരിക്കും ഇത് കുറച്ച് ലോങ് വീടായിരിക്കും. അപ്പം ഇരിക്കുക, വല്ല സ്നാക്സും ഉണ്ടെങ്കിൽ എടുക്കുക. നമ്മുടെ ഇവിടേക്ക് എത്തണം. റെഡ് ലൈറ്റ്, ഐ ഡോണ്ട് കെയർ ലൈറ്റ്. ഇതുവഴി തന്നെയല്ലേ പോണ്ടേ? വണ്ടി ഇത് ബസ് സ്റ്റാൻഡ് ആയിരുന്നു. ഞാൻ ബസ് സ്റ്റാൻഡിലൊന്നും കേട്ടത് പിടിച്ചേനെ. നമ്മളെ മിന്നൽ മുരളിയാണ് ഇവിടെ എഴുതിയിട്ടുണ്ട്. സ്റ്റാൻഡ്. അയ്യോ, സ്റ്റാൻഡിലൊന്നും ആളില്ല. നമുക്ക് ആൾക്കാർ ഇറക്കാനേ ഉള്ളൂ. നമുക്ക് ഇതുവഴി തന്നെയായി പോണ്ടേ? അല്ല, ഇതുവഴിയല്ല, ഞാനും വിചാരിച്ചു അതുവഴി പോയിരുന്നു. ഓക്കെ. അയ്യോ, ഇവരെവിടുന്ന് വന്ന്? ഈ കാർ എവിടുന്ന് വന്ന്? ഞാൻ കണ്ടില്ല. ഇതിൻ്റെ മാക്സിമം സ്പീഡ് നമുക്ക് ഇപ്പോഴേ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഞാനിപ്പോൾ ടെസ്റ്റ് ചെയ്യും. നമുക്കൊരു 200 ഒക്കെ പോകാൻ പറ്റുന്ന കാര്യമുണ്ട്. പക്ഷെ കുറച്ച് നേരം ചുരം, നാക്ക് താഴെ വെക്കാൻ സമയമൊന്നുമില്ല, അപ്പത്തേക്കും മാപ്പ് ചെയ്യണം. ഓക്കെ, നമ്മുടെ മാപ്പ് നോക്കിയാൽ മനസ്സിലാവും എവിടെയാണ് കറക്റ്റ് ചുരം ഏരിയ വരുന്നതെന്ന് എനിക്കറിയില്ല. പക്ഷേ ഈ മാപ്പാണോ എനിക്ക് സംശയമുണ്ട്. യെസ്, ഈ മാപ്പ് തന്നെ. ഇതാണ് നമ്മുടെ ചുരം മാപ്പ്. അപ്പം നമുക്ക് പോയേക്കാം. ഇതൊരു വലിയ ചുരമുണ്ട്. ആ ചുരമാണ് നമുക്ക് കയറും. ഈ വണ്ടി എന്തായാലും കയറും. എൻ്റെ പവറൊക്കെ നിങ്ങൾ കണ്ടില്ലേ? അമ്മാതിരി വണ്ടി. നമുക്ക് ചെറിയൊരു കാട്ടിൻ്റെ ഉള്ളിൽ കൂടി പോകുന്ന ഒരു ഷോർട്ട് കട്ട് ഉണ്ട്. ചെറുതാണോ വലുതാണോ? ബ്യൂട്ടിഫുൾ. ഇവിടെ എന്തോ ഹോട്ടലൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളിപ്പോൾ ഹോട്ടലിലൊന്നും പറപ്പിക്കും. അതിൻ്റെ ഇടയ്ക്ക് കൂടെ എനിക്ക് പോകാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ സാഡ്ലി ബ്രേക്ക് പിടിക്കും. ഇത് ഫസ്റ്റ് ചുരമാണല്ലോ. അല്ലല്ലോ, ചുരമാണ്. അയ്യോ, ഇവിടെ എന്തോ അതൊന്നുമില്ല. ഞാനതിൽ കയറ്റേണ്ട ആവശ്യമില്ല. ഈ കാണുന്ന വ്യൂ ഇട്ട് പോവാം. ഞാനിപ്പോൾ പറപ്പിക്കുന്നുണ്ട്. പറപ്പിക്കുമ്പോൾ മാത്രം ഞാനിത് ഇതെവിടെ ഏതോ വണ്ടിയൊക്കെ കേടെ കിടന്നു. ബ്രേക്ക് ഉണ്ട്, അതുകൊണ്ട് രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇപ്പം നമ്മൾ ആ കാണുന്ന കാട്ടിൽ കിടന്ന്. അയ്യോ, എവിടെ നോക്കിയാടോ ഓടിക്കുന്നേ?
വണ്ടി വരുന്ന കാണുന്നില്ലേ? ബ്രേക്കൊക്കെ പിടിക്കണ്ടേ? ഇവൻ എന്തുവാടാ? എന്ത് ഹാട്ടി ലൊക്കാസി റവണൻ എന്തൊക്കെയോ ഉണ്ട്. എനിക്കിതൊന്നും അറിയില്ല. എന്തായാലും നല്ല ബ്യൂട്ടിഫുൾ ട്രാക്കൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് പോവാം. ഇതെവിടെ വളവ് വള 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 മാല വള വേണ്ട മാല മതി. വള 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 വളവ് കാണില്ലേ? ചൊരാവൂല. ഇതിവിടെ എന്തോ വലിയ റോഡായല്ലോ. നൈസ്. ഇവിടെ എന്തുവാ? അയ്യോ, നമ്മളിപ്പോൾ ഇവിടെ എന്തോ ഒരു വണ്ടിയും വരാത്തത്. എന്താ എമർജൻസി ട്രാക്കാണ്? എന്തായാലും നമുക്ക് ഇതുവഴി പോയി ട്രാക്ക് വേണം. അയ്യോ, വാട്ട് ഈസ് ദിസ്? ഓ നോ, ഓ നോ. ഓ, ഇത് നമ്മുടെ ചുരമാണല്ലോ. വണ്ടി കയറട്ടെ, ഞാൻ ചവിട്ടാണ്ട് കയറ്റാൻ നോക്കാം. ചവിട്ടാണ്ട് കയറി ഇല്ല, ചവിട്ടാണ്ടൊന്നും കയറിയില്ല. നമ്മൾ സുൽത്താൻ ബത്തേരിയിലോട്ടാണ് പോണത്. സുൽത്താൻ ബത്തേരിക്ക് ഇപ്പോൾ ഹൈവേ ഒക്കെ ആയി. ഹൈവേ സുൽത്താൻ ബത്തേരി, പുതിയ അർബൻ സുൽത്താൻ ബത്തേരി ഹൈവേ ഒക്കെ വന്നിട്ടുണ്ട്. മലമുകളിൽ ഹൈവേ, മലമുകളിൽ അയ്യോ, മലമുകളിൽ ഹൈവേ, മലമുകളിൽ അയ്യോ അയ്യോ. ഞാൻ മലമുകളിൽ ഹൈവേ, മലമുകളിൽ ഹൈവേ എന്നായിരുന്നു വേഗം പോയത്. പക്ഷെ മലമുകളിൽ അയ്യോ എന്നായിപ്പോയി. ഇങ്ങനെ പറപ്പിച്ച്. വാട്ട് ഈസ് ദാറ്റ്? അവിടെ എന്തോ റോഡ് കണ്ടല്ലോ. അതൊന്നുമില്ല. അത് ആ ഷോർട്ട് കട്ടിൽ പോകണം. ആ ഷോർട്ട് കട്ട് ഒരു കാട്ടിൻ്റെ ഉൾക്കൂടിയുള്ള ഷോർട്ട് കട്ടാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കണ്ടാൽ നിർത്തും. മൈൻഡ് കണ്ടു. അമ്മേ, ഇടിച്ചില്ല. എന്തോ ഭാഗ്യത്തിന് ഇടിച്ചില്ല. എന്തോ ഭാഗ്യത്തിനല്ലേ. എൻ്റെ സ്കില്ലാണ് ഇതൊക്കെ. മാറടാ, വഴിമാറടാ മുണ്ടക്കൽ ശേഖര. മാറോ 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 മാറോ. അത് മിസ്സാവരുത്. അത് മിസ്സായാലൊരു ഇതാണോ? അല്ല, ഇത് സ്റ്റാൻഡോ? ഇതാ നമ്മുടെ സുൽത്താൻ ബത്തേരി പോകുന്ന വഴിക്ക് ഒരു സ്റ്റാൻഡ്. അയ്യോ, എൻ്റെ സസ്പെൻഷനൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്യാം. നമുക്ക് സസ്പെൻഷൻ ടെസ്റ്റ് ചെയ്യാം. ആഹാ, സസ്പെൻഷൻ ടെസ്റ്റ് ചെയ്യാൻ പോയത് വലിയ കഷ്ടപ്പാട്. ഇപ്പം ഞാൻ കുറച്ചുകൂടി കയറ്റിണ്ടായിരുന്നെങ്കിൽ ഞാൻ വീണ്ടും 20,000 രൂപ എടുത്ത് റീസ്പോൺ ചെയ്തു. ഓ യെസ്, ഇതാണ് നമ്മുടെ റൂട്ട്. ഇതാണ് നമ്മുടെ ചെറിയ ഇതന്നെയല്ലേ? അയ്യോ, പണി പാളിയോ? എടാ, നമ്മുടെ വഴി തെറ്റിയടാ. ഇതല്ല. എന്തായാലും ഇങ്ങനെയൊക്കെ വഴി വെച്ച ഞാനെങ്ങനെ അറിയാൻ? ഇതല്ല, ഇതുപോലത്തെ സ്ഥലമാണ്. അതാ കുഴപ്പം. ഇതേപോലത്തെ ഒരു വഴിയാണ് അത്. എന്നിട്ട് പിന്നെ ഒരു പാർക്കിൻ്റെ എൻട്രൻസ് പോലെ പോകും. ആ സ്ഥലത്ത് പോയിട്ടാണ് നമുക്ക് ഇതാകുന്നത്. ഇതെന്തോ? ഓക്കെ. അയ്യോ, ഇതെന്തോടാ? ഇതാണ് നമുക്ക് വഴി. ആ വഴിയല്ല. ഞാൻ പറഞ്ഞില്ലേ, കൺഫ്യൂഷൻ. ഇതുവഴി പോയിട്ട് ആണ് ആ സ്ഥലം എത്തിയത്. അതാണ് എനിക്ക് കൺഫ്യൂഷൻ.
ചെന്നൊരു പാർക്കിൻ്റെ അവിടെ കൊണ്ട് കയറ്റും. ആ പാർക്കിൽ നിന്ന് നമുക്ക് റൈറ്റ് അല്ല, ഏതായിരുന്നു ഈ പാർക്കിൽ നിന്ന് നമുക്ക് റൈറ്റിലോട്ട് പോയാലും എത്തും. പക്ഷെ നമുക്ക് റൈറ്റിലോട്ടല്ല പോകേണ്ടത്. പാർക്കല്ല, ഇത് കുറച്ചുകൂടി നല്ല റോഡാണെന്നേ പറയുന്നുള്ളൂ. പാർക്കൊന്നും അയ്യോ, ഏതാണ് ഞാൻ പറഞ്ഞത്? മാറി ചുരം വന്നു. വണ്ടിക്ക് വല്ല ഡാമേജും ഉണ്ടോ? ഇല്ല, നമ്മൾ കോങ്കററാ. ആ ഓഫ് റോഡ് ട്രാക്ക് നമ്മൾ മേടിച്ചതാണ്. അതുകൊണ്ടാണ് നമുക്ക് അവിടെ ഒരു സ്പീഡ് ലിമിറ്റും ഇല്ലാത്തത്. ഇവിടെ സ്പീഡ് ലിമിറ്റൊന്നുമില്ല, ഉണ്ട്, പക്ഷെ പോലീസൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പറപ്പിച്ചത്. നമ്മുടെ ഞാൻ എപ്പോഴും ഷോർട്ട് കട്ട് കണ്ടാലും എനിക്ക് ഷോർട്ട് കട്ട് വളരെ നമുക്ക് ഇതുവഴി സ്റ്റാൻഡാന്ന് തോന്നുന്നു. ആ, നമ്മളൊരു സ്റ്റാൻഡ് അല്ല ഷോർട്ട് കട്ട്. എനിക്കറിയില്ല, ഞാനങ്ങ് കൊടുക്കുക. ഈ യാത്രക്കാർ എത്രയും പെട്ടെന്ന് അവിടെ എത്തിക്കണം. ഇതൊന്നെങ്കിൽ എത്രയും പെട്ടെന്ന് എത്തിക്കാൻ സഹായിക്കും, അല്ലെങ്കിൽ സഹായിക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യണം. അതേതോ ഗ്രാമമാണ്. ആ ട്രാഫിക്കിനെ ഒഴിവാക്കാൻ സഹായിക്കും. ആഹാ, സൂപ്പർ, സഹായിച്ചു. നമ്മുടെ ബാക്കിൽ വല്ല വണ്ടി ഉണ്ടോ? ഇതേതോ കുഞ്ഞ് ഗ്രാമമാണ്. ഇവിടെ ആർക്കും ഇറങ്ങാനുണ്ടോ? ഇല്ല, നേരെ വന്നാൽ മതിയാർ. അതായിരിക്കും ഇതൊരു ഗ്രാമം, അത്രയേ ഉള്ളൂ. എടാ, എനിക്ക് എമർജൻസി വഴി പോകാൻ ഇഷ്ടമല്ല. കിടന്ന് കുലുങ്ങിക്കൊണ്ടിരിക്കും വണ്ടി. അവിടെ സൈഡിൽ കല്ലൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇത് ഇവിടെ എന്തോ പോക്കാം. അയ്യോ, അല്ലെങ്കിലേ കുലുങ്ങി. എമർജൻസി വഴി എടുത്താൽ മതി. അത് ചുരമായിരുന്നോ അല്ലയോ വളവായിരുന്നോ? ചുരന്ന് പറയാൻ പറ്റില്ല, അത്രയ്ക്കും മോശം. എടാ, സ്റ്റിയറിംഗ് വീൽ എന്താ വർക്കാഞ്ഞ്? ഇങ്ങനെ അയ്യോ, ഞാനിപ്പോൾ ചാടി തന്നെ അതുവഴി. നമ്മളേതോ വലിയ മലയിലെത്താൻ. എന്തെന്താ ഇറങ്ങുന്നേ? ഇപ്പം ചുരം ഇറങ്ങുവാണോ? എന്തോ വയനാട്. അയ്യാ, എടാ, ഇവനെന്തുവാണ്? ഞാൻ തട്ടിയിട്ട് പോലല്ലോ, പിന്നെന്തുവാടാ? അങ്ങനെ ആയിട്ടേ ഉള്ളൂ. കുറച്ചുകൂടി എടുത്താണെന്ന് പറഞ്ഞു. പേടിച്ചാണ്. മേലെ തൊടിയിൽ സുൽത്താൻ ബത്തേരി ഫാസ്റ്റ് അല്ലേ? എന്താ? ഫൈസാൻ. ഞാൻ ഫൈസാൻ എന്ന് എഴുതിയത് നോക്കിയതായിരുന്നു. ഒന്നില്ല യാത്ര. ഇവിടെ സ്റ്റോപ്പായിരുന്നു, അതാ ഞാൻ എടുത്തത്. അതാ ഞാൻ നിർത്തിയത്. ഈ ഒരു ലുക്ക്, വാ, എന്താ ഭംഗി! ആ ഒരു ഭംഗി. ഇങ്ങനൊരു ഭംഗി. എന്തായാലും നമുക്ക് പോവാം. ഞാൻ ഇങ്ങനെ സൂം ചെയ്തതാക്കി കളിച്ചത്. ഓക്കെ, അല്ലെങ്കിൽ കുറച്ച് നേരം ലേറ്റ് ആയതുകൊണ്ട് ആ നേരത്തേക്ക് ഞാൻ സ്പീഡ് എടുക്കും. ആ സമയം തിരിച്ചു കിട്ടാൻ വേണ്ടി ഞാൻ സ്പീഡ് എടുക്കും. ആ സ്പീഡ് സ്കിൽഫുൾ സ്പീഡായിരിക്കും. അത്രയും പേര് ഞാൻ ജോയ് റൈഡ് ചെയ്തായിരുന്നു. ഇത് ജോയ് റൈഡല്ല, ഇത് സീരിയസ് റൈഡ്, നോട്ട് റെഡിക്കൽ റൈഡ്. എടാ വാ, മാറടോ ഇവിടെയൊക്കെ. ഓൺലി സീരിയസ്. ഓൺലി സീരിയസ്.
നമ്മൾ അപ്പം ഗൈസ് ഞാനൊരു മിസ്റ്റേക്ക് ചെയ്തു. നമ്മൾ ആക്ച്വലി കോഴിക്കോടോട്ടാണ് പോകുന്നത്. നമ്മൾ വയനാട്ടിൽ നിന്ന് തുടങ്ങി കോഴിക്കോടോട്ടാണ് പോകുന്നത്. വഴി മാറിപ്പോയി, അതാണ് പറ്റിയത് ഇവിടെ. അയ്യോ. ഓക്കെ, അപ്പം നമുക്ക് ഇതുവഴി പോയാലോ? ഇതുവഴി വണ്ടി ഒന്നും പോകുന്നില്ല. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഇതുവഴി പോയി ചേരും. ഓക്കെ, നമുക്ക് നേരെ പോകാം. അതുവഴി കൊള്ളൂല, ഇതുവഴി തന്നെ പോകാം. അതുവഴി പോയാൽ മതിയായിരുന്നു, പക്ഷെ സാരമില്ല. കുറച്ചുകൂടി അഡ്വഞ്ചറസ് ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, സ്റ്റാൻഡ് ഇല്ല, ബസ് സ്റ്റോപ്പ്. ഇറങ്ങിക്കോളൂ, കയറിക്കോളൂ. ഓക്കെ, പോവാം. ഇവിടെ വളരെ കുറച്ച് സമയം ഞാൻ നിർത്തും. ഇത് ട്രെയിൻ ട്രാക്ക്. ഓക്കെ, അയ്യോ മരം. അമ്മേ, എടാ എനിക്ക് ബസ് ഓടിക്കാൻ മടിയാണ്. ട്രെയിൻ ട്രാക്കിൽ പോയാലോ? മര്യാദക്കൊരു ബസ്സായാൽ മതിയായിരുന്നു. വെറുതെ കൊണ്ടുവച്ച് നമ്മൾ എൻ്റെ ഡാമേജ് ഒക്കെ ഇവിടെ കയറി വരുന്നു. 1 way എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിക്കാവോ? ഇനി ഇവിടുന്ന് 2 way ആവും. അയ്യോ, ചമ്മച്ചോ, ഞാൻ മറ്റേ വഴി പോയാൽ തെറ്റാറുണ്ട്. കാരണം അത് 1 way, അത് 1 way ആയിരുന്നു. ഇതും 1 way. അപ്പം അത് ശരിയാവത്തില്ല. നമ്മളിപ്പോൾ ഒരു ഗ്രാമത്തിനുള്ളിൽ കൂടി പോയത് കറക്റ്റ് ഒരു ഹൈവേയിലോട്ട് എത്തും. ഒരു ഹൈവേയിലൂടെയൊക്കെ പോയിട്ട് ആയിരിക്കും നമ്മുടെ കോഴിക്കോട് എത്തുക. ഇവിടുന്ന് കുറച്ച് ഡിസ്റ്റൻസേ ഉള്ളൂ. നമ്മളെ വണ്ടിയൊക്കെ ചളി പിടിച്ച് നമ്മളെ ടെർമിനലൊക്കെ കോഴിക്കോട് എത്താൻ. കോഴിക്കോടാണ് എൻ്റെ നാട്. അത് അറിയില്ലെങ്കിൽ പറഞ്ഞല്ലോ. എനിക്കിതിനൊന്നും സമയമില്ല, ഞാനതൊന്ന് പറപ്പിക്കും. കോൺഗ്രർ നമ്മൾ ഈ നാട്ടിൽ എല്ലാത്തിനും കോൺഗ്രർ ചെയ്യും. എടാ യെസ്, ഗ്രീൻ. ആ ടിക്കറ്റ് പോയി. റെഡ് ലൈറ്റ് ക്രോസിംഗ് മണി ഫൈനൽ പോയി. പ്ലീസ് ഗ്രീൻ അവിടെ. അയ്യോ, അത് മഞ്ഞയിൽ പോവാം. മാറു. ബ്രേങ്ക് നോ. ഓക്കെ, നമുക്ക് സ്റ്റൈലാക്കാം. റിവേഴ്സ് കയറ്റാം. ഹായ്. എടാ ഞാനിങ്ങനെ പൊട്ടത്തരം കാണിച്ചാൽ എന്താ യാത്രക്കാർ വിചാരിക്കും എനിക്കെന്ത് വട്ടാണെന്ന്. കുക്കി രണ്ട് ഞാൻ മാത്രം ഇവിടെ ബാക്ക് വലിച്ചു. അതുകൊണ്ട് എനിക്ക് അടുത്ത ട്രിപ്പിൽ സുൽത്താൻ ബത്തേരിയിലോട്ട് പോകാൻ എളുപ്പം. എൻ്റെ ബാക്കൊക്കെ ചളി പിടിച്ചു. ഫ്രണ്ട് ചളി പിടിച്ച്, സൈഡൊന്നും ചളി പിടിച്ചില്ല. ഒന്നുകൂടെ ഓക്കെ. എല്ലാവരും അവിടെ ഇറങ്ങുന്നുണ്ട്. ഇവന്മാരൊക്കെ എന്താ ഇറങ്ങാത്തതെന്ന് എനിക്കറിയില്ല. ഒരു സീറ്റ് കൊഴുവായി. ഇവരെന്താണ് ഇറങ്ങാത്തത്? ഓക്കെ, അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ടുഡേയ്സ് വീഡിയോ. 31,000 രൂപ കിട്ടി. അപ്പം അടുത്ത നാളെ ഞാൻ അമ്പാരി ഉത്സവ് വയനാടിലൂടെ കൊണ്ടുവരും. വയനാട് ചുരം ഇതിലും ചെറിയ ചുരമാണ്, വേറൊരു ടൈപ്പ് ചുരമാണ് ഇത്. ഇതാണ് ഒഴിക്കുന്ന വയനാട് ചുരം, പക്ഷെ അത് വേറൊരു ചുരമാണ്. അപ്പം അതുവഴി ഞാൻ അമ്പാരി ഉത്സവം കൊണ്ടുവരും.
അപ്പോൾ അത് കാണാൻ കാത്തുക. ബൈ.